ഓ എന്തേ നമ്മളെ കല്യാണ പെണ്ണിത ഒരുങ്ങി വരുന്നുണ്ട് കേട്ടാ. അപ്പം നമ്മളെ കല്യാണ ചെക്കൻ കുറച്ച് സ്പെഷ്യലാണ്. കല്യാണ ചെക്കനാണ് സ്പെഷ്യൽ. എല്ലാവരും ഇവിടെ കല്യാണം നടക്കുന്ന കല്യാണ മണ്ഡപത്തിലേക്ക് എത്തി അല്ലേ? എല്ലാരും വരുന്നുണ്ട്. എവിടെയെങ്കിലും പോയാ ഈ നാത്തൂനോട് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്റെ മുടി ഇങ്ങനെ ഇരിക്കണം, അത് ഇങ്ങനെ ഇരിക്കണം, നിന്റെ ഡ്രസ്സ് താത്തിയിട്, നിന്റെ ഡ്രസ്സ് കേറ്റിയിട്. ഇത് തന്നെ പരിപാടിതാ. രണ്ടും കൂടി ഇവിടെ എന്തെല്ലോ ആക്കുന്നുണ്ട്. എന്താ ആക്കുന്നത്? എന്ത് നീ ചിക്കൻ പറിച്ചിട്ടേക്കണത്? പുതുതായിട്ടൊന്നും ഉണ്ടാവൂലല്ലോ. അപ്പൊ എന്തായാലും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ, ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തെ വ്ളോഗാണ് ഈ യാത്രയില്. ഫസ്റ്റ് ഒരെണ്ണം വീട്ടിൽ നിന്ന് വരുന്നത്, പിന്നെ ഇന്നലെ ഇവിടെ വന്നിട്ടുള്ള ജി ചേച്ചിനെ കണ്ടതും ജി ചേച്ചിയുടെ അമ്മേന്റെ സപ്തതിയും അങ്ങനെയൊക്കെ ആയിട്ട് ആ വ്ളോഗ് അവിടെ കഴിഞ്ഞു. നമ്മുടെ അടുത്ത ദിവസം, അപ്പൊ ഇന്നത്തെ ഈ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ദിവസമാണ് ശരിക്കും പറഞ്ഞ ഈ വ്ളോഗില് നമ്മൾ തുടക്കം മുതൽക്കേ പറഞ്ഞ കല്യാണം, നമുക്ക് പരിചയപ്പെടുത്താനുള്ള കല്യാണവും പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ വ്ളോഗിലാണ്. അപ്പൊ എന്തായാലും നമ്മളിത് ഇപ്പൊ ഈ റൂമിൽ നിന്ന് അടുത്തൊരു സ്ഥലത്തേക്കാ പോകുന്നത്. അടുത്ത സ്ഥലം എവിടെയാന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അയ്യോ, എനിക്ക് ജലദോഷം ഇന്നലെ വന്നിട്ടുണ്ടല്ലോ. ഇന്നലത്തെ സ്മോക്കിലൊക്കെ വന്നിട്ട് നല്ല ജലദോഷം പിടിച്ചു. അപ്പോ ഇന്ന് ഈ റൂമിൽ നിന്ന് നമ്മൾ പോയിട്ട് വേറെ സ്ഥലത്തേക്ക്, അത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ വഴി അങ്ങോട്ട് കാണാം. ജലദോഷം വന്നിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോ നമ്മൾ ഇന്ന് ഇവിടുന്ന് പോകുന്നു, അല്ല ഇപ്പൊ ഇവിടുന്ന് പോകുന്നു വേറെ സ്ഥലത്തേക്ക്, അത് എവിടെയാന്ന് വഴിയെ കാണാം. പിന്നെ ഈ വ്ളോഗിൽ തന്നെ നമുക്ക് കല്യാണവും കാര്യങ്ങളൊക്കെ കാണാം. ഇതാരുടെ ഗിഫ്റ്റാ? അപ്പൊ ഇതാണ് എന്റെ ഡ്രസ്. പൈസ കൊടുത്ത് ഇതുപോലെ ആരുടെ അടുത്തും വാങ്ങിയതല്ല, കൊളാബും അല്ല, ഞങ്ങളുടെ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിയ ഡ്രസ്. അതുകൊണ്ട് ഇന്ദ്രു നമ്മളെ പൈസ കൊടുത്ത് വാങ്ങിയ അല്ലേ? ദുഗു നന്ദൂട്ടൻ എല്ലാരും ഞങ്ങളൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയ. രണ്ടെണ്ണം ഫ്രീ ആണ്. അപ്പൊ എന്നാ പിന്നെ വിടാ, നോക്ക് സമയമായി. ഇപ്പൊ ടൈം ഇപ്പൊ 10:15 കേട്ടാ. ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ പോവാം. ഓക്കെ, റെഡി, ബാ. അങ്ങനെ ഞങ്ങൾ ഇതാ ഹോട്ടലിന്റെ പുറത്ത് പോവാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. നമ്മുടെ ചേച്ചി ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇന്നത്തെ അതെ, നമ്മുടെ സായിപ്പളിയൻ ഇവിടെ ഇരിപ്പുണ്ട്, വണ്ടിയിലുണ്ട്. ജസ്റ്റ് വൺ ഹായ്. വി ആർ ഓൾ ഗോയിങ്. ഇന്ന് നമ്മളിവിടത്തേക്ക് പറയുന്നില്ല. വി ആർ ഓൾ ഗോയിങ്. നമ്മൾ പോവാൻ വേണ്ടി പോകണം. അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ എല്ലാം കറങ്ങിയിട്ട് വേണം നമുക്ക് നാളത്തെ കല്യാണത്തിന്റെ മുന്നോടിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് ആരുടെ കല്യാണം എന്നൊക്കെ നമ്മളിപ്പോഴും പറഞ്ഞിട്ടില്ല. അത് നമുക്ക് നാളെ കാണാം അല്ലേ? കല്യാണം അത് പറഞ്ഞിട്ടില്ല, അത് സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കെന്നാ പിന്നെ ഇപ്പൊ നേരെ വിട്ടാം അല്ലേ? അപ്പൊ ഗൈസ്, ഞങ്ങൾ നേരെ അവിടെ നിന്ന് വന്നത് നമ്മുടെ മറൈൻ ഡ്രൈവിലേക്കാണ്. എനിക്ക് നേരത്തെ നൈസായിട്ട് പറഞ്ഞു തോന്നുന്നു അല്ലേ? ഒന്നുമില്ല, മറൈൻ ഡ്രൈവ് കാണാത്ത നമ്മുടെ മലയാളികൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ അല്ലേ? കാരണം എല്ലാവരും കണ്ടതാ, നമ്മളും കണ്ടതാ മുമ്പേ. പക്ഷെ ജി ചേച്ചിക്കും പിന്നെ നമ്മുടെ സായിപ്പളിയനും ഭയങ്കര ആഗ്രഹമുണ്ട് മറൈൻ ഡ്രൈവ് വന്ന് ബോട്ടിലൊന്ന് കറങ്ങണമെന്ന്. അപ്പം ഞങ്ങളിത് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു ബോട്ടിൽ, ഇതിലേതെങ്കിലും ഒരു ബോട്ടിൽ കയറിയിട്ട് ഒന്ന് ഇവിടേക്ക് ഒന്ന് ചുറ്റി കാണാനിരിക്കണം. ഇന്ദ്രു, നിങ്ങൾക്ക് കപ്പൽ പണ്ടൊക്കെ ഞങ്ങൾക്കൊക്കെ, നമ്മളൊക്കെ പണ്ട് ഒരു മറൈൻ ഡ്രൈവിൽ ഒന്നൊരു ബോട്ടാ കപ്പലൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഭയങ്കര നമ്മുടെ കാലത്ത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും വേണ്ട സത്യം പറഞ്ഞാൽ. എല്ലാം മൊബൈലും കിട്ടി അവിടെ ഇരുന്ന് അവർ ഹാപ്പിയാണ് എൻ്റെ അഭിപ്രായത്തിൽ. മക്കൾക്ക് ഈ കപ്പലൊന്നും കാണണ്ടേ? എന്നെ പിന്നെ ഇതേ കിടക്കണ കപ്പൽ കണ്ട. അത് ഇവിടെ ഇതിനകത്ത് കപ്പലല്ലേ കയറാൻ പോണേ, നമ്മള് ബോട്ടിലെ കയറാൻ പോകുന്നത്. ബോട്ടിലേക്ക് കയറി കപ്പലടുത്ത് കാണും നമ്മള്, മനസ്സിലായ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് നീങ്ങിക്ക്. കണ്ട കപ്പൽ കണ്ട അങ്ങ് കണ്ട, അതാണ് കപ്പൽ. പണ്ടുണ്ടായിരുന്നല്ലേ? ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് വെറുതെ
ബോട്ടൊക്കെ കിടക്കണൊക്കെ ബോട്ട് തന്നെ. അപ്പൊ എന്തായാലേ നമ്മള് ഈ ബോട്ട് കയറിയിട്ട് കുറെ അങ്ങോട്ട് ലാഗ് അടിപ്പിക്കുന്നില്ല. ഇവിടുത്തെ സ്ഥലമല്ല, നിങ്ങളെല്ലാം കണ്ടതല്ലേ. ചെറിയൊരു കറക്കം കാണിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, എന്തായാലും ഞങ്ങളിത് അങ്ങനെ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. നമ്മുടെ ബോട്ട് ഇതാ ഇവിടെ ഇങ്ങനെ റെഡി ആയി നിൽപ്പുണ്ട്. കയറിക്കോ. ഇന്ദ്രവൽ നേരത്തെ കയറി. പുറത്ത് നല്ല വെയിലുണ്ടെങ്കിലും ഇവിടെ പക്ഷെ നല്ല തണലുണ്ട്. ആ മോന ഐസ്ക്രീം കഴിക്കാൻ ചോദിക്കുക, ഇംഗ്ലീഷിൽ ചോദിക്കുക, ഇംഗ്ലീഷിൽ ഐസ്ക്രീം ചോദിക്കുക എന്നാ തരും. ഇംഗ്ലീഷിൽ ഐസ്ക്രീം ചോദിക്കുക എന്നാ തരും. ആ ചോദിക്കുക ഐസ്ക്രീം തരാൻ ഇംഗ്ലീഷിൽ ചോദിക്കും, എന്നാലേ തരുള്ളൂ. ചോദിക്കുക, അങ്കിളിനോട് ചോദിക്കുക. മോൻ അറിയുന്ന പോലെ ചോദിക്കും ചെല്ലേ. എന്നാ ഐസ്ക്രീം തരില്ല. ഇംഗ്ലീഷിൽ ചോദിച്ചാ ചോദിക്കാം. ഐസ്ക്രീം എടുത്ത് പിടിച്ചിട്ടാ ചോദിക്കും. ഇംഗ്ലീഷ് ചോദിക്കും. ഇംഗ്ലീഷിൽ ചോദിക്ക്. Can I have please ice cream? Of course you can. അവൻ ഐസ്ക്രീം കിട്ടി. അടുത്ത കയ്യിൽ കൊള്ളാൻ എന്താ ഇന്ദ്ര പോയി ചോദിക്ക്. പോയിക്ക്. Can I have please ice cream? Of course you can. അത് ആങ്കിളിന്റെ അടുത്ത് വാങ്ങിക്കോ, പോയിട്ട് ചെല്ലേ. വാങ്ങിക്കോ. Uncle, can I please ice cream? താങ്ക് യു പറ. Thank you. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാത്തോണ്ട് ഐസ്ക്രീം ഇല്ല നിങ്ങൾക്ക്. ഇവർക്ക് ഐസ്ക്രീം ഇല്ല ചേച്ചി. She don't know English? No ice cream. No ice cream. No English, no ice No cream. English, no ice cream. അപ്പൊ എന്തായാലും നമ്മള് ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് ഇങ്ങനെ കാണട്ടെ കേട്ടാ. എല്ലാരും കൂടി എന്തായാലും ഒരു പൊളിക്കാൻ വേണ്ടി പോയാണ്. അച്ഛനാരാ കപ്പിത്താനോ ഇവിടെ കയറിയിരിക്കുന്നേ. അപ്പോൾ നമ്മുടെ മറൈൻ ഡ്രൈവിലെ കാഴ്ചകളൊന്ന് ചെറുതായിട്ട് കണ്ടേക്കാം. ഇനി കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് കാണാട്ടാ. ഇനി കണ്ടവരാണെങ്കിൽ നിങ്ങൾ വേഗം അങ്ങോട്ട് സ്കിപ്പ് ചെയ്തോ. അതെ. എന്തായാലും എപ്പോ വന്നാലും ഒരു രസമുണ്ട് ഇവിടെ. ഉണ്ടോ? ഏത് അണ്ടർവെയർ ഉണക്കായിട്ടുണ്ടാകാം. അളിയൻ ഇവിടുന്ന് കണ്ടതാ അണ്ടർവെയർ ഉണക്കാനിട്ടത് ആരോ. ഇത്രയും ദൂരത്തുനിന്ന് അളിയൻ കണ്ടതാ അണ്ടർവെയർ ആരോ ഉണക്കാനിട്ടത്. നല്ല വെയിലല്ലേ അളിയാ, കുറെ ദിവസം കൂടിയിട്ട്. ഇനി മലയാളത്തിൽ ചോദിക്കാണ്ട് തരൂല. ഇനി മലയാളത്തിൽ ചോദിക്കാണ്ട് ഐസ്ക്രീം ഇല്ല. നീ തിരിച്ചടിച്ച്. You know that. എനിക്ക് വേണം. Then so put it all together. എനിക്ക് വേണം. NK Venom ice cream. അടിപൊളി. സൂപ്പർ, പൊളിച്ച് എന്തായാലും പൊളിച്ച്. ഒരു തിരിച്ചടി അങ്ങോട്ടും, ഒരു പണി ഞാൻ അങ്ങോട്ട് കൊടുത്തു. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെന്തായാലും പൊളിക്കട്ടെ, എന്നിട്ട് കാണാം. ഇതാ നല്ല ഒരു ഷിപ്പ് അടുത്ത് നല്ല ഓളം വരുന്നുണ്ട് കേട്ടാ. ഇവിടെ ബോട്ട് ഇങ്ങനെ കിട്ടുന്നാവുന്നുണ്ട്. നല്ലൊരു ഷിപ്പ്, അടിപൊളി. അതിന്റെ പേര് സന്മാർ സോണറ്റ് മുംബൈ. അടിപൊളി. എന്തായാലും നമ്മൾ ജി ചേച്ചിനെ ഓണക്കളി പഠിപ്പിക്കാൻ വേണ്ടി, ജി ചേച്ചി ഉണ്ട് നമ്മുടെ ബോറിസ് അളിനോട് ഓണക്കളി പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു കേട്ടോ. നികിത സൺഡേ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ബോൾഗാട്ടി പാലസ് ആണ് ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞത്. ഈ കാണുന്നതെല്ലാം ബോൾഗാട്ടി പാലസിന്റെ ഭാഗമാണ്. നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഇപ്പൊ ഇങ്ങനെ കറങ്ങി അല്ലേ, കംപ്ലീറ്റ് ആയിട്ട്. എന്തായാലും മറൈൻ ഡ്രൈവിന്റെ നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു പൊളിച്ചൊരു യാത്ര കേട്ടോ. എന്തായാലും ഞങ്ങൾ നല്ല അടിപൊളി ബോട്ട് യാത്ര കഴിഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പോൾ നല്ല വിശപ്പുണ്ട്. ബോട്ടിൽ നിന്ന് എന്തെല്ലോ കഴിച്ച്, എന്നാലും ചോറ് കഴിക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇനി
എന്നാലും ഒരു നമ്മളെ സംബന്ധിച്ച് ഉച്ചക്ക് ഒരു ചോറ് കിട്ടിയില്ലെങ്കിൽ ബിരിയാണി കഴിച്ചാലും പറയും 2 ദിവസമായി ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ട്, ബിരിയാണി ആയിരിക്കും കഴിച്ചേ. അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് നല്ലൊരു സ്ഥലം നോക്കി ചോറ് കഴിക്കാൻ പിടിക്കണം, അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. നേരെ പോവാം അല്ലേ? ഞങ്ങൾ കുറേ നടന്നാണ് നമുക്കൊരു ഹോട്ടൽ ഇവിടെ കിട്ടിയത്. ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴും പാർക്കിംഗ് ഇല്ല, നല്ല തിരക്ക്. ചില സ്ഥലത്ത് ഫുഡ് കഴിഞ്ഞ് ഞങ്ങൾ ലേറ്റായി, 3 മണിയായില്ലേ. അങ്ങനെ അവസാനം നമുക്കിവിടെ ഒരു ഹോട്ടൽ കിട്ടി അല്ലേ, നല്ലൊരു ഹോട്ടൽ. അപ്പം ചോറാണ് കേട്ടോ, ചോറ് കഴിക്കാനായിട്ട് ചോറ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നേരത്തെ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. വരും. ഉണക്ക ചെമ്മീൻ കറി ആട്ടത് അല്ലേ? എനിക്ക് കുറച്ച് ഒഴിച്ചേക്ക് നോക്കട്ടെ എന്തായാലും. ഉണക്ക ചെമ്മീനുണ്ട്, മീൻ കറി ഉണ്ട്. ആ എനിക്കും ലേശം ഉണക്ക ചെമ്മീനും ലേശം മീൻ ചാറും തന്നെ. ചെമ്മീനുണ്ട് കേട്ടോ, ചെമ്മീൻ നല്ല അടിപൊളി ചെമ്മീനുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട സാധനം വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എത്തിയപ്പോൾ കുറച്ച് ഭാഗം തീർന്നു പോയതാണ് കാളാഞ്ചി പൊരിച്ചത് കേട്ടോ. കാളാഞ്ചി തവാന്നാ പറഞ്ഞു. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കി എനിക്ക് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. എന്തായാലും നല്ല മുഴുവൻ ഇറച്ചിയോട് വന്ന മീനാണ് നമ്മൾ ഇങ്ങനെ ഇല്ലെന്ന് ഒഴിവാക്കി മാറ്റിയിടുന്നു. എല്ലാം കാലിയായി അല്ലേ? അടിപൊളി. എന്തായാലും ഗുരുവായൂരിലേക്കുള്ള യാത്രയിലായിരുന്നു. അവിടെ തൊട്ടേ നമ്മൾ പറവൂരിൽ നിന്ന് വിട്ടപ്പോൾ തൊട്ടേ കാണുന്നതാണ് ഈ ഫാമിലി അല്ലേ. ഇവർ ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ നമ്മുടെ പേര് കണ്ടിട്ട് ഇവർ ബാക്കിൽ വന്നതാണ്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ കണ്ട അങ്ങനെ ഹായ് എല്ലാം പറഞ്ഞ് പോയി. പക്ഷെ ഇത് ഇവരും ഗുരുവായൂർക്കായിരുന്നു, നമ്മളും ഗുരുവായൂർക്ക്. അങ്ങനെ ഇവിടെ വെച്ച് ഇവരെ കണ്ടുമുട്ടി, എല്ലാവരും പരിചയപ്പെടാൻ പറ്റി. എന്തായാലും സന്തോഷം. ഒരാളാണെങ്കിൽ പ്രവാസിയാണ്, നേരെ ഗൾഫിൽ നിന്ന് വരുന്ന സന്തോഷത്തിലാണ്. എന്തായാലും എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ ഒരുപാട് സന്തോഷം അല്ലേ. അപ്പോൾ ഇനി ഇവിടെ വരുമ്പോഴേക്കായിട്ടും അല്ലെങ്കിൽ കണ്ണൂർ വരുമ്പോഴേക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ശരി. എന്തായാലും നമ്മൾ ഇന്നലെ കൊച്ചിയിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് മറ്റേ മറൈൻ ഡ്രൈവിൽ നിന്നെല്ലാം വീഡിയോ എടുത്ത് നിർത്തിയതാണ്. പിന്നീട് ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഒരു ഓട്ടമായിരുന്നു. അവിടെ നിന്ന് ഓടി നമ്മൾ നേരെ വന്നത് ഗുരുവായൂർ. ഇവിടെ റൂമുണ്ടായിരുന്നു, നൈറ്റ് ഇവിടെ റൂമിലേക്കാണ് വന്നത്. അപ്പോൾ എത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റായി, പിന്നെ വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ കല്യാണത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടെന്ന്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ദേ എന്താണ് അല്ല, ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. നമ്മുടെ എല്ലാവർക്കും അറിയാം നമ്മുടെ ഗുരുവായൂർ അമ്പലമാണ് ബാക്കിൽ ഇങ്ങനെ കാണുന്നത് അല്ലേ. ഗുരുവായൂരപ്പൻ്റെ നടയിൽ കയറി തൊഴുതിറങ്ങിയിട്ട് നിൽക്കുകയാണ് അല്ലേ. ആ ഒരു സന്തോഷം നികിയുടെ മുഖത്ത് ഇങ്ങനെ നിഴലടിക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട് അല്ലേ. അതെ അമ്മ എല്ലാവരും ശിവയിലേക്ക് കാണാനും പറ്റി അല്ലേ. അതങ്ങനെ എല്ലാം പറ്റി. നല്ല സമയം. 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഞങ്ങള് 5 മണി 5:30 ആയപ്പോ ഇവിടെ എത്തി അല്ലേ. അതെ, നികിക്ക് എന്താ പറയണ്ടേ, നികിക്ക് ഭയങ്കര ആഗ്രഹം. നികി ഒരു യാത്രയിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. ജി ചേച്ചി ആദ്യം തന്നെ ഇത് പറഞ്ഞപ്പോൾ തന്നെ നികിയോട് പറഞ്ഞത്, മോളെ ഗുരുവായൂർ ദർശനമൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ ആയിരുന്നു നികി. അതിപ്പോ എന്തായാലും കാണാൻ പറ്റിയപ്പോ ഒരുപാട് സന്തോഷം അല്ലേ. ആ അവസാനം ഇറങ്ങുന്ന എനിക്ക് അവസാനം ഞാൻ ചീത്ത പറഞ്ഞു. അതെ, പിന്നെ അവിടെ നമ്മുടെ ആ കല്യാണത്തിന്റെ ശാന്തിക്കാരനില്ലേ, പുള്ളി പോകുന്നു വിളിച്ചോണ്ടിരുന്നിട്ട്. അതെല്ലാം ഞാൻ പൈസ ഇടാൻ വേണ്ടി പൈസ എടുത്തിട്ടുണ്ടായി. തൊഴുതിറങ്ങിയപ്പോ അത് ഇടാൻ മറന്നോ, എന്നിട്ട് വീണ്ടും കയറി. അപ്പൊ ഇതാണ് നികിയുടെ സാരി, സെറ്റ് സാരിയാ അല്ലേ. ആ സെറ്റ് സാരി, അമ്മേന്റെ സാരി. ഗജ്ജുകള്ള സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്താ ഇത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ചേച്ചിയാണ് വന്നിട്ട് ഒരുപാട് നല്ല നമ്മുടെ അല്ല എന്താ പറയാ ചേച്ചിയായിരുന്നു. ഒരുപാട് നല്ല ഇതെല്ലാം പറഞ്ഞു. പിന്നെ ചേച്ചി ചിലപ്പോൾ വീഡിയോ കണ്ടിട്ട് കാണിച്ചിട്ട് വല്ല ഇഷ്ടപ്പെട്ടെങ്കിലോ വെച്ചിട്ട് മാത്രം ഞങ്ങൾ കാണിക്കാഞ്ഞതാ. അപ്പോൾ ഒരുപാട് പേരെ കണ്ടിട്ടാ, ചേച്ചിനെ മാത്രമല്ല നമ്മൾ നടയിലൊക്കെ ഒരുപാട് പേരുടെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് മാത്രമാണ്. അവരെല്ലാം കണ്ടതിൽ ഒരുപാട് സന്തോഷം. ചേച്ചി വീണ്ടും ആ ചേച്ചി തന്നെയായിരുന്നു. ഞങ്ങൾ കട്ട് ചെയ്തപ്പോൾ തന്നെ ആ ചേച്ചി വീണ്ടും വന്ന് നമ്മളോട് സന്തോഷം പങ്കുവച്ചു അല്ലേ. നമ്മുടെ പൊതിച്ചോറിന്റെ വീഡിയോ എന്തായി എന്നൊക്കെ ചോദിച്ചു. അതിൽ ഇവിടെ എന്താ അച്ചാമ്മയും മോളും കൂടി ഇവിടെ കിസ്സിങ് നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ എന്താ പറഞ്ഞു നിർത്തുന്ന നേരത്തെ നികിര ഡ്രസ് സന്ദ്ര ഡ്രസ് പൊളി.
അളിയ എന്താണ് ഇങ്ങനെ പാൻറ്റൊക്കെ ഇട്ട് വന്നേ? ഏതോ ടൂർ പോണല്ലോ എന്നൊക്കെയാണ് അളിയ. നമ്മളൊക്കെ മുണ്ടിലും ഇതിലും. അളിയൻ എന്റെ എന്താ കോസ്റ്റ്യൂം? എന്ത് കോസ്റ്റ്യൂം? അയ്യോ അടുക്ക ഒരു മിനിറ്റ്. നമുക്ക് എപ്പോഴും ഷർട്ടും മുണ്ടും. കല്യാണ ഷർട്ടും അല്ല കല്യാണം മുണ്ടും. കല്യാണം കൊണ്ടാണ് എപ്പോഴും ഇങ്ങനെയൊക്കെ മടക്കി കുത്ത. ഇതും വേറെ ഒന്നുമില്ല. കണ്ണങ്ങനെ. അപ്പോ എന്നാ പിന്നെ നമ്മളിഞ്ഞി ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കാം. നമ്മളിഞ്ഞിപ്പോ എന്തിനാ ഇങ്ങനെ കാത്തു നിൽക്കുന്നേ? നമ്മള് പറഞ്ഞ കല്യാണം, അവിടെ പറഞ്ഞ കല്യാണം അല്ലേ? അപ്പൊ അത് കാണാനാ കാത്തു നിൽക്കുന്നത്. അതും കൂടി കാണാം. നമ്മുടെ മണവാട്ടി അവിടെ ഒരുങ്ങുന്നുണ്ട്. ഒരുങ്ങി കഴിഞ്ഞെങ്കിൽ ഇറങ്ങട്ടെ, അപ്പൊ നമുക്ക് കാണാം അല്ലേ വിശദമായിട്ട്. ഓക്കെ, മണവാളനും എല്ലാരെയും കാണാം. ഓക്കെ, എന്തായാലും ഇവിടെ ഇങ്ങനെ നടക്കാൻ തേരാപ്പാര അല്ലേ? ഇന്ദ്രുവിന് കളിപ്പാട്ടം കിട്ടിയേ മതിയാവളെന്നാ പറഞ്ഞേക്കണത്. അപ്പൊ എന്തായാലും നമ്മളൊരു കളിപ്പാട്ടം നോക്കി ഇങ്ങനെ ഇറങ്ങിയേക്കാണ്. ഇപ്പൊ നമ്മള് അതെ കിട്ടും വളായ തന്നെ വിചാരിച്ചോളേ ഉണ്ട്. അപ്പൊ നോക്കിയിട്ട് എന്തിനും ഒരു കളിപ്പാട്ടം വേണ്ടത്. ഇവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട്, നോക്കാം നമുക്ക്. അളിയനെ കഴിക്കല്ലേ? അളിയനെ കഴിക്ക് മാത്രല്ല കാലിന് ഞാൻ കെട്ടുന്നുണ്ട്. അളിയുണ്ട് അളിയനെ കാളി കുറച്ച് കൂടുതലാ. ഞാൻ ചരട് കെട്ടി അളിയനെ ബന്ധിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ തൽക്കാലം ഇന്ദ്രനേരം വാങ്ങി കൊടുക്കട്ടെ. ഇത് ഞങ്ങളുടെ ഒരു കുട്ടി ഫോളോവർ ആണ് കേട്ടാ അല്ലേ? ഞങ്ങളുടെ ഒരു കുട്ടി ഫാൻ ഗേളാണ് അല്ലേ? വീഡിയോ കാണില്ലേ? ആകെ സർപ്രൈസ് ആയിട്ടുള്ളേ. അയ്യോടാ, എന്തായാലും സന്തോഷം കണ്ടതില്. സ്ഥലം എവിടെയാ? നിങ്ങളെവിടെ സ്ഥലം? കക്കോടി. എല്ലാരും ഉണ്ട് ഇവിടെ. അപ്പൊ എന്നാ പിന്നെ എന്തായാലും കണ്ട ഈ സന്തോഷം. മോളൂ ഇന്ന് പരതിയിട്ട് കിട്ടണ്ടേ? അപ്പൊ എന്തായാലും കല്യാണ പെണ്ണ് കല്യാണ ചെക്കനൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാരും നമുക്കിപ്പൊ കാണാം അല്ലേ? എന്റെ അമ്മ ഇപ്പൊ കാണാം, നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട്. എല്ലാവരും ഇവിടെ കല്യാണം നടക്കുന്ന കല്യാണ മണ്ഡപത്തിലേക്ക് എത്തി അല്ലേ? എല്ലാരും വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ചെക്കനെ കാണാനുള്ള സമയമായി. പറഞ്ഞു നിങ്ങൾ നിർത്തില്ല, അവരിവിടെ റെഡിയായി. ഇപ്പൊ കാണാം അല്ലേ? അപ്പം നമ്മളെന്തായാലും ഇത്ര നേരം കല്യാണം എന്ന് പറഞ്ഞു വന്നത് വേറെ ആരതുമല്ല, നമ്മുടെ സ്വന്തം ജി ചേച്ചിൻ്റെതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. അതെന്താ ജി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ, എന്താ ഇപ്പോൾ കല്യാണം കഴിക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. എന്തായാലും ആ സംശയം നികത്താൻ വേണ്ടി ചെറുതായിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. കാര്യം ഒരുപാട് പറയാനുണ്ട്. ഈ ഒരു വ്ളോഗ് തന്നെ ഫുൾ പറഞ്ഞാലും തീരില്ല ജി ചേച്ചിയുടെ കഥകൾ. എന്നാലും ചെറുതായിട്ട് പറയാം. ജി ചേച്ചി വളരെ ചെറിയ പ്രായത്തിൽ, അതായത് 10-13 വയസ്സുള്ളപ്പോൾ തന്നെ വിദേശത്തേക്ക് സൗദി അറേബ്യയിലേക്കൊക്കെ വീട്ടുജോലിക്കായിട്ട് പോയ ആളാണ് കേട്ടോ. അവിടെ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ജി ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെത്തിയത്. അത് ഞാൻ പറഞ്ഞിരുന്ന മുമ്പത്തെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ബുദ്ധിമുട്ടിലൊക്കെ സഹിച്ച് ഒരുപാട് പീഡനങ്ങളൊക്കെ സഹിച്ചിട്ടാണ് ജി ചേച്ചി ഇംഗ്ലണ്ടിലേക്ക് എത്തിയത്. അതും വളരെ ചെറിയ പ്രായത്തിൽ. അവിടെ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഒരു കോഫി ഷോപ്പിലൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെ എന്താ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ആ സമയത്താണ് നമ്മുടെ ബോറിസിനെ അവിടെ നിന്ന് പരിചയപ്പെടുന്നത്. അങ്ങനെ ബോറിസും ജി ചേച്ചിയും തമ്മിൽ പ്രണയത്തിലായി. അങ്ങനെയാണ് അവരവിടെ നിന്ന് കല്യാണം കഴിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നിന്ന് കല്യാണം കഴിച്ചതെന്ന് പറയാം. അല്ലാതെ നമ്മുടെ ഈ കേരളത്തിൽ വന്നിട്ട് ജി ചേച്ചിയുടെ അമ്മയാണത്. അമ്മയുടെ മുമ്പിൽ നിന്ന് ഇതുവരെ അവർ കല്യാണം കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. 21 വർഷം കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ജി ചേച്ചിൻ്റെയും ബോറിസിൻ്റെയും കല്യാണം ഇംഗ്ലണ്ടിൽ കഴിഞ്ഞിട്ട്. പക്ഷേ ഇതുവരെ കേരളത്തിൽ വന്നിട്ട് കല്യാണം കഴിക്കാൻ ഉള്ള ഒരാഗ്രഹം അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെയൊക്കെ മുമ്പിൽ കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ജി ചേച്ചിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് ബോറിസുമായിട്ടുള്ള കല്യാണം അമ്മയുടെ മുമ്പിൽ നിന്ന്, ജി ചേച്ചിയുടെ അമ്മയുടെ മുമ്പിൽ നിന്ന് കഴിക്കണം. ജി ചേച്ചിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹമാണ് ഇന്ന് സാധിച്ചത്. നമ്മൾ മനുഷ്യന്മാരൊക്കെ ജീവിക്കുന്നത് നമ്മുടെ ഓരോരോ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. ജി ചേച്ചിൻ്റെ ഒരു വലിയൊരു ആഗ്രഹം ഇന്ന് പൂർത്തിയായി. ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റിയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. കാരണം ജി ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സ്വന്തം ചേച്ചിനെ പോലെയാണ്. ചേച്ചിനെ പോലെയാണെന്നല്ല, ചേച്ചിയാണ്. ആഗോള പ്രശ്നമാണ് ഇവിടെ കണ്ട കാറ് വാങ്ങിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണെന്നുള്ള വിശപ്പുണ്ട്. ഒരു സൈഡില് നികി, ഒരു സൈഡിൽ ഇന്ദ്രു, ഇതിന്റെ നടുക്ക് ഞാൻ. ഓപ്പക്കില്ലേ ഇവിടെ തന്നെ കാറ് വാങ്ങിക്കൊടുക്കണം ഒരേ വാശി. അതെന്തിനാ ഇത്ര വലിയ വാശിന്ന് അച്ചക്ക് വാശി ഉണ്ടാ മുത്തേ? ഞാൻ പറഞ്ഞേ നമ്മുടെ ഇപ്പൊ കല്യാണത്തിനല്ലേ ഓപ്പ വന്നത്. ആ കല്യാണല്ലേ നമുക്ക് ഫസ്റ്റ് അതെ സത്യമാണ്.
കല്യാണം കൂടണ്ടേ നമുക്ക്? സത്യം അത്. അതെ, അത് ശരിയാണ്. അങ്ങനെ മതി അല്ലേ? എല്ലാവരുടെ അഭിപ്രായം എന്താ? അത് എഞ്ചിനും ഇല്ല കാറിന്, അതാണ് കഷ്ടം. മോനിപ്പോ എന്താ വേണ്ടേ? എഞ്ചിനുള്ള കാർ വെച്ച് വാങ്ങി തന്നാ മതിയാ. ഇപ്പൊ നമുക്ക് ചായ കുടിക്കാൻ പോയിട്ട്, ഇപ്പൊ ചായ കുടിക്കാൻ അതാണെങ്കിലും മതിയാ. അല്ല, എഞ്ചിനാണ് ഇല്ലാത്താണെങ്കിൽ മതിയെന്ന്. എന്നാ വരുന്ന അപ്പൊ അവിടെ വാങ്ങിട്ടോ. കാറ് എനിക്കാ വേമ്പ വേണമെങ്കിൽ വേണ്ടേ? എന്നാ വാ നടക്ക പോവാ പാപ്പ വേണമെങ്കിൽ എന്റെ എന്നാ വേമ്പാന്ന് വാന്ന് എത്ര വേമ്പ ഓടിവാ ബാ 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 അങ്ങോട്ട് വരാ. നടക്കാനുള്ള കൊറേ. എന്റെ ഗുരുവായൂരപ്പനെ കാണാൻ വന്നിട്ട് ഇത്രയും കുഴപ്പമുണ്ടായിരുന്നു. ബാ, ഇനിയിപ്പോ ഒരു കാർ എടുക്കാൻ വേണ്ടി എത്ര ആൾക്കാരാ പോകുന്നത്. ഇതുപോലെ ഞാൻ എന്റെ പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടില്ല. ഇത്ര ഇതില് പുതിയ വണ്ടി എടുക്കാൻ പോയിട്ടില്ല. ഇന്ന് ഇവിടുന്ന് ഗുരുവായൂരിൽ ഒരു വണ്ടി ഇറക്കിയിട്ടാണ് പോകുന്നത് അല്ലേ? അങ്ങനെ നമ്മുടെ ഷോറൂമിൽ നിന്ന് വണ്ടി കിട്ടി. ഇത് വാങ്ങാനാണ് ഇത്രയും നേരം ഇന്ദ്രനും മുഖം തെളിയാഞ്ഞതാ. നമ്മുടെ ബെൻസിന്റെ പഴയ ബെൻസ് കേട്ടോ. ബ്ലാക്ക് മതിയാ? വേറെ 3 കളർ ഉണ്ടല്ലോ ഇവിടെ കേട്ടോ. ഇത് ബെൻസ് 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 ബെൻസ്. എന്നാ ഓക്കെ അല്ലേ? പോയിക്കൂടെ? ഹാപ്പി അല്ലേ? ഇന്ദ്രയുടെ ഒരു കുഞ്ഞ് കാറെല്ലാം വാങ്ങിക്കൊടുത്ത് നമ്മളവിടെ നേരെ പോകുന്നത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കല്യാണ പ്രോഗ്രാമുകളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചായ കഴിച്ച് നമുക്ക് നേരെ പോകേണ്ടത് ഇനി സത്യസായി ബാബ മന്ദിരത്തിലേക്കാണ്. അവിടെ വെച്ചിട്ടാണ് ഇനി കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഞങ്ങളിങ്ങോട്ട് വന്നപ്പോഴേക്കും ഇവിടെ എല്ലാം റെഡിയായിരുന്നു. ഇനിയിപ്പോൾ താലികെട്ട് ചടങ്ങാണ്. എന്തായാലും അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഗുരുവായൂരിന്നൊരു മാലയിടൽ ചടങ്ങ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. താലികെട്ട് നടത്തുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ബോറിസ് നമ്മുടെ ചേച്ചിനെ താലി കെട്ടി. ശരിക്കും പറഞ്ഞാൽ 21 വർഷം അവരൊരുമിച്ച് ജീവിച്ചതിന് ശേഷമുള്ള ഒരു താലികെട്ട്, ഒരു കല്യാണ പരിപാടി ഒന്ന് ആലോചിച്ച് നോക്കി. പരസ്പരം അവർ മനസ്സിലാക്കി ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം വീണ്ടും ഇങ്ങനൊരു കല്യാണം നടത്താമെന്നുള്ള ആ ഒരു തീരുമാനം, അതെന്തായാലും അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത്. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നില്ലേ, കല്യാണം കഴിഞ്ഞ് ചെറിയ ചെറിയ ആശയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് എത്തുന്നു. പക്ഷേ ഒരു അന്യ രാജ്യ അല്ലെങ്കിൽ ഒരു അന്യഭാഷക്കാരൻ ചേച്ചി ഒരു കേരളക്കാരി, എന്നിട്ട് അവിടെ പോയിട്ട് അവർ 21 വർഷം ഒരുമിച്ച് ജീവിച്ചു. ചേച്ചി ശരിക്കും പറഞ്ഞാൽ മലയാളം ചേച്ചി കൃത്യമായിട്ട് സംസാരിക്കാൻ തന്നെ അറിയില്ല ഇപ്പോൾ. കാരണം ഫുൾ ടൈം താമസിക്കുന്നതും ജീവിക്കുന്നതൊക്കെ അവിടെ തന്നെ. ഭർത്താവ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവരുടെ ഭാഷ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി, ഇംഗ്ലീഷ് തന്നെയായി. പിന്നെ നമ്മളോട് സംസാരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടി മലയാളം സംസാരിക്കുന്നത്. ആ 2 രാജ്യത്തിൻ്റെ അകലങ്ങളുണ്ടായിട്ടും അവർ ഒരു മനസ്സുപോലെ രണ്ടാളും ഒരുമിച്ച് ജീവിച്ചു. ഇപ്പം ഇതാ നമ്മുടെ കേരളത്തിൽ വന്ന് കല്യാണവും കഴിച്ചു. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഒരുപാട് പേര് ഇപ്പോൾ UK ഒരുപാട് പേര് കല്യാണം അങ്ങനെയുള്ള പ്രത്യേകതയൊന്നുമില്ല, പെട്ടെന്ന് കഴിക്കുന്നു, പെട്ടെന്ന് ഡിവേഴ്സ് ആവുന്നു, അവരവരുടെ ഇഷ്ടത്തിന് പോകുന്നു. പക്ഷെ ഇത്രയും വർഷം ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. കൂടാതെ ഇതിന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ച ബോറിസും ചേച്ചി ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ ആ ഒരു ഇഷ്ടം ബോറിസിനും ഉണ്ടാവണമല്ലോ. അങ്ങനെ ആ ഒരു ഇഷ്ടം ബോറിസ് എന്നാണ് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പേര്, ബോറിസിനും ഉണ്ടായില്ലേ. അപ്പോൾ പുള്ളിയുടെയും നല്ലൊരു മനസ്സാണ്, ഞങ്ങളതാ മനസ്സിലാക്കി അതിൽ നിന്ന്. കാരണം സ്നേഹിക്കാൻ, ചേച്ചിനെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് പുള്ളിക്കും ഉണ്ട്. എല്ലാത്തിനും പുറമെ സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് കാണിക്കുന്ന ഒരു മെസ്സേജും കൂടിയാണ് ഈ ഒരു കല്യാണം. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു ആശയം പറയുമ്പോൾ ബോറിസിന് പറയാം, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ അതോടെ കഴിഞ്ഞില്ലേ. പക്ഷേ ഇല്ല, ഞാൻ വരാം. നമ്മുടെ ഒരു മലയാളിനെ പോലെ, നമ്മുടെ ഒരു കേരളക്കാരനെ പോലെ ഇങ്ങനൊരു കല്യാണത്തിന് പങ്കെടുക്കാം ഇത്ര ആളുകളുടെ മുമ്പിൽ. ചിലപ്പോൾ നമ്മുടെ മനസ്സ് വെച്ചായിരിക്കും ഇനിയിപ്പോൾ ഇന്ന് 21 വർഷത്തിന് ശേഷം കല്യാണം പോയെന്ന് പറയും. പക്ഷേ ആ ഒരു മൈൻഡ്, ചേച്ചിയുടെ ഇഷ്ടത്തിന് കൂടെ നിന്ന ആ ഒരു ഇതാണ് ഞാൻ കണ്ടതിനകത്ത് ഏറ്റവും വലിയ ആ ഒരു സ്നേഹം. അപ്പോൾ എന്തായാലും ചേച്ചിക്കും ബോറിസിനും നമുക്ക് വിവാഹമംഗളാശംസകൾ അറിയിക്കാം. ഇനിയും ഇതുപോലെ ഒരുപാട് വർഷം സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്ക് സർവ്വശക്തൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങളും കാണുന്നു കേട്ടോ. ചേച്ചി ഇപ്പോൾ തിരിച്ചു പോകും കേട്ടോ. ഈ വർഷത്തെ ഓണം എന്തായാലും ഇവിടെ കൂടിയിട്ട് അമ്മയോടൊപ്പം എല്ലാം കൂടിയിട്ട് അതിനുശേഷം ചേച്ചി തിരിച്ചു പോകും. ചേച്ചി അവിടെ നേഴ്സാണ്, അപ്പോൾ ലീവൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ദിവസം നമ്മുടെ കണ്ണൂർക്കും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചേച്ചിക്ക് എപ്പോഴും വരാം. അപ്പോൾ എന്തായാലും കല്യാണ പരിപാടികൾ ഇതൊക്കെയാണ്.
ഇനി നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളിൽ ആ കിടക്കാം. വ്ളോഗിൽ കഴിഞ്ഞ ദിവസം പാട്ടൊക്കെ പാടി തീർത്ത് നമ്മുടെ പാട്ട് ഫാമിലി കൂടി ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു പാട്ട് പാടി അങ്ങനെ പോയി നമ്മുടെ വ്ളോഗ് അവിടെ തീർന്നു. ഇത് രണ്ടാമത്തെ വ്ളോഗാ. ഇന്ന് ഇവിടെ കല്യാണത്തിന് വെച്ച് ഇവരെ കാണുന്ന അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പിന്നെ അന്നേരത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഒന്നും കൂടി അടിപൊളി. വീണ്ടും ഇവിടെ വെച്ച് കണ്ടോട്ടെ. ഇവരെ ആദ്യമായിട്ടാണ് കണ്ടുമുട്ടുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫാമിലിയാണ്. ഞങ്ങൾക്കും ഒരുപാട് ഞാൻ ഇന്നലെ മിനിയാന്നൊക്കെ ഇന്നലെ പരിപാടിക്കൊക്കെ പോയപ്പോ ഞാൻ സജുവിന്റെ അടുത്ത് പറയും ഫോട്ടോ എടുത്തിട്ടില്ല, നാളെ വരുമോന്ന് അറിയില്ല. നമ്മള് ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ നമ്പർ മേടിച്ചിട്ടില്ല. ഞാൻ ഇൻസ്റ്റയില് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കിട്ടുമല്ലോ. ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയില്. മോള് പിന്നെ വൈഫ് നന്നായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ഇനി നമ്മളായിട്ട് എടുത്തിനകത്ത് പോയി പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇവരാ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല. അടിപൊളി. അപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗില് വരുമ്പോൾ പാട്ടൊക്കെ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ പാട്ടൊക്കെ കണ്ടല്ലോ. ഇനിയിപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ടുള്ള വ്ളോഗാണിത്. അപ്പം നമ്മൾ ഒന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. എന്തോ ഞങ്ങളെന്തായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഇഷ്ടായ എങ്ങനെയുണ്ട്? എന്താ കൂടി കഴിക്കുന്ന? സാമ്പാറാ? ഞങ്ങളെല്ലാവരും പറഞ്ഞേക്കാല ചോറ് കഴിക്കായിരുന്നു അല്ലേ? വ്ളോഗ് എടുക്കാൻ മറന്നു. തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. എന്തായാലും ഒരുപാട് കറികളൊക്കെ ഉണ്ട് കേട്ടോ. ജിച്ചേച്ചിന്റെ കല്യാണ സദ്യ കഴിച്ചു. അതെവിടെന്ന്? ഗുരുവായൂർ. അതെ അതെ സത്യം. ഞങ്ങളുടെ ദൈവരും കഴിക്കുന്നുണ്ട്. അടിപൊളി. ജിച്ചേച്ചിക്ക് ചോറ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അത് നോക്കിയട്ടെ, ജിച്ചേച്ചിയുടെ ചോറ് തിന്ന് തീർന്നതാണോ ചോറ് കഴിക്കാത്തതാണോ? ഞങ്ങള് രണ്ടുപേരും കുറച്ചിട്ട് വേറെ കറികളൊന്നും ഉപയോഗിച്ചില്ല. ഇവിടെ കുഞ്ഞ് പരിപ്പിരിപ്പുണ്ടായിരുന്നു, ബോറിസ് ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അത് മാത്രം കഴിച്ചു. പക്ഷെ പായസം ബോറിസ് അതിന് പായസം ഇഷ്ടം. കറുത്തത് കഴിക്കില്ല. അപ്പൊ ഞാൻ പറയാം അവന് കറുത്തത് ഇഷ്ടമല്ല. ഞാൻ വെറുതെ പറയുന്നതാ. ഞാൻ തമാശ പറയുന്നതാ, അവനെ പറ്റുപിടിപ്പിക്കുന്നതാ. എന്തായാലും കഴിക്കും. ഞങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ കഴിച്ചു. ഞാൻ അതാ വന്ന് ചേച്ചിയോട് പറഞ്ഞേ. അപ്പൊ എന്തായാലും ഇവരെ അങ്ങോട്ട് വിടുകയാണ്. നമുക്ക് ഇനി അടുത്ത പരിപാടിക്ക് കാണാം. ഓക്കെ മോളു ബൈ. അപ്പൊ ഇനി പുതിയ പാട്ടിലൊക്കെ ആയിട്ട് വരട്ടെ. തീർച്ചയായും. ഓക്കെ. എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഇവിടെ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ചൊരു സങ്കടകരമായ കാര്യമാണ്. വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് തൽക്കാലത്തേക്ക് ചേച്ചിനെ ഒന്ന് വിട്ടുപിരിയണം. വേറെ ഒന്നുമല്ല, 3 ദിവസമായി ഞങ്ങളിങ്ങനെ കൂടെ ഇങ്ങനെ നടക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് നടക്കുന്നു. സ്വന്തം ഒരു അനിയൻ, ഒരു അനിയത്തി, അച്ഛൻ, അമ്മയൊക്കെ ആയിട്ട് ഞങ്ങളുടെ സ്വന്തം ചേച്ചി. അപ്പം 3 ദിവസമായിട്ട് ഇപ്പം ഞങ്ങളിങ്ങനെ കൂടെ നടക്കുക. പെട്ടെന്നൊരു സമയത്ത് അങ്ങനെ പിരിയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. വേറെ ഒന്നുമല്ല, നമുക്ക് ഇന്ദ്രനും ദുർഗക്കും നന്ദൂടനൊക്കെ എക്സാം ഉണ്ട്. ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇനിയിപ്പോൾ ഇന്ന് നൈറ്റ് ചേച്ചിയുടെ വെഡിങ് ഫംഗ്ഷൻ ഉണ്ട്. നാളേക്ക് ഒരിക്കൽ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നമുക്ക് എന്തായാലും പിള്ളേരുടെ എക്സാമിനൊക്കെ പോകണം. അപ്പം തൽക്കാലത്തേക്ക് ചേച്ചിനോട് ഞങ്ങൾ ചാറ്റ പറയാൻ പോവുകയാണ്. അപ്പം ഇനിയിപ്പോൾ ഇവര് കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടാവും. അത് ഇവർ മറയിൽ നിന്ന് കരഞ്ഞോട്ടെ. എനിക്കെല്ലാം കുറച്ച് ഇവർ കരയൊക്കെ ചെയ്യും. അത് മറയിൽ നിന്ന് കരഞ്ഞോട്ടെ. അപ്പം നമ്മളെന്തായാലും വൈൻഡപ്പും ചെയ്യാൻ പോയിരുന്നു. നമ്മുടെ ചേച്ചിമാരെല്ലാം കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോകൂലേ? ചെക്കന്റെ വീട്ടിലാക്കി ഇവിടെ ഇട്ടിട്ട് പോകൂല. ഇവിടെ അതിന്റെ ആളുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ആളോടെ ഉണ്ട്. അങ്ങനെ ഒരു ഫീൽ പോലെ ഇല്ല. പക്ഷെ നമ്മള് വിഷമിക്കണ്ട, ജി ചേച്ചി നമ്മുടെ കണ്ണൂർക്ക് വരും അല്ലേ? ഡേറ്റ് എന്തായാലും ജി ചേച്ചി തന്നെ പറയും. പോകുന്നതിന് മുമ്പായിട്ട് കണ്ണൂർ വന്ന് നമ്മുടെ വീട്ടില് നിന്നിട്ടേ പോവുള്ളൂ. ഈ പ്രാവശ്യം വീട്ടിലാണ് നിൽക്കേണ്ടത്. ഇതുള്ളത് കൊണ്ട് എനിക്ക് ആള് അടുത്ത് വേണ്ടില്ലെങ്കിൽ വീട്ടില് നമ്മുടെ വീട്ടിൽ വന്നിട്ടേ പോവുള്ളൂ. അപ്പൊ എന്തായാലും വരണം. അപ്പൊ ഞങ്ങൾ തൽക്കാലത്തേക്ക് പോവാം, കുറച്ച് ദിവസത്തേക്ക് മാത്രം. പിള്ളേരാ കേട്ടോ. ഞങ്ങൾ വരുമ്പോ വിളിക്കാം. പോയിക്കോട്ടെ എന്നാ. ഇനി വേറെ ടാറ്റ ബൈ ബൈ ഒന്നും പറയുന്നില്ല. അപ്പൊ ഗൈസ്, ഇനി ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഈ വ്ളോഗിൽ ഇവിടെ ടാറ്റ പറയുന്നവർ ഇനി കുറേ നേരം ടാറ്റ ബൈ ബൈ എല്ലാം പറയും. അപ്പോൾ അതൊരു പറഞ്ഞോട്ടെ, ഞാൻ എന്തായാലും കാണിക്കുന്നില്ല. അപ്പോൾ തൽക്കാലം വൈൻ്റെ പഠിക്കാൻ മുമ്പായിട്ട് ഞാൻ ബോറിസിനെ കൂടി, ബോറിസ്
party for Kamala. That went on for a long time. Also, your this wedding. Sitting down on the stadium also took a long time. Sitting, Lots and lots of photographs. and then meeting mad lady. And there were some normal people here. And ഇവിടെ കുറച്ച് ആൾക്കാർ there was one നല്ലവരുണ്ടായിരുന്നു. mad person here. ഒരാള് വട്ടുപിടിച്ചതുണ്ടെന്ന് ഇതിനകത്ത്. Absolutely correct. Yes. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. വി ആർ ഓൾസോ ഹാപ്പി ടു ജോയിൻ ദിസ് ഫങ്ഷൻസ്. താങ്ക് യു. കാണാൻ പറ്റിയൊരു സന്തോഷം. എനിവേ ഐ എം ഇൻവൈറ്റിംഗ് യു ഇൻ കണ്ണൂർ. വെൽക്കം. Yes. We will Ah, come okay. next year for Next together. year that's on the list. I promised you. Next year it's on the list. ഓക്കെ, അപ്പം എന്തായാലും അടുത്ത വർഷം ഇവർ വീട്ടിലോട്ട് നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഈ വ്ളോഗ് നമുക്ക് വൈൻഡപ്പ് അടിക്കാം. ചേട്ടാ ബൈ ബൈ.